വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ സമഗ്ര അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹറിന്റെ നേതൃത്വത്തിലാണ് യോഗം. കേസ് അന്വേഷണം ഇന്ന് മുതൽ തുടങ്ങിയേക്കും. കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ആഭ്യന്തര വകുപ്പ് പുതിയ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ഇന്ന് യോഗം ചേരും. ഇന്ന് യോഗം ചേർന്നതിന് ശേഷം ഇന്ന് തന്നെ കേസ് ഏറ്റെടുത്തേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയാണ് ഈ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും നിവേദനം സമർപ്പിച്ചത്. ആ നിവേദനത്തെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ വിഷയത്തിൽ നിയമിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു വിവാദമായിരുന്നു വ്യാജ കാഫർ സ്ക്രീൻഷോട്ട്. അത് LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ടീച്ചർക്കെതിരെ UDFന്റെ പക്കൽ നിന്ന് പ്രചരിപ്പിച്ചു എന്നായിരുന്നു ആദ്യത്തെ ആരോപണം. എന്നാൽ DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന തരത്തിൽ UDFും ആരോപണം ഉന്നയിക്കുകയും അത്തരത്തിൽ ചില കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് കൃത്യമായി അതിന്റെ ഒരു അന്തിമമായ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളായിരുന്നു അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 2 കേസുകളിലും പോലീസിന് ഇതുവരെയായി ഒരു അന്തിമമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ കേസിൽ പ്രതികൾ ആരെന്ന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കുറ്റ്യാടി MLA ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ള മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സമീപിക്കുകയും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തത്. അതേ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. ആ അന്വേഷണ സംഘമാണ് ഇന്ന് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള ടി മനോഹറിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. യോഗം ചേർന്ന് അതിന്റെ നിലവിലെ സ്ഥിതി അവർ വിലയിരുത്തും. ആ നിലവിലെ സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിലായിരിക്കണം അന്വേഷണം എന്നുള്ള കാര്യം കൂടിയാലോചിക്കും. ഇതിൽ ഈ ഒരു അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരടക്കമുള്ളവരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശാസ്ത്രീയ അന്വേഷണം ഉൾപ്പെടെ ഇതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. അന്വേഷണം ഇന്ന് തന്നെ അതിന്റെ യോഗം ചേർന്ന ശേഷം ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുമെന്നാണ് സൂചന. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കൊച്ചി കിഴക്കമ്പലം മലയിടം തുരുത്ത് പര്യത്തുകാവ് നദിയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നിർണായക യോഗം ഇന്ന് ചേരും. ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം ചേരുക. ചർച്ചയ്ക്ക്